ഹായ്, ഇന്ന് ഞാൻ പുതിയൊരു റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവരും വീട്ടിലുള്ള മുരിങ്ങയില തോരൻ വയ്ക്കാം. നമുക്ക് അതിന് വേണ്ട മുരിങ്ങയില എടുത്തിട്ടുണ്ട്. ഇതേറെ ഗുണങ്ങളുള്ളതാണ് മുരിങ്ങയില തോരൻ. പ്രഷറുകാർക്കും എല്ലാം നല്ലോണം കഴിക്കുക. എല്ലാവർക്കും നല്ലതായി മുരിങ്ങയില, ഒരു ഔഷധ ഗുണമാണ്. മുരിങ്ങയില കുറച്ച് പിച്ചി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് കഴുകിയൊക്കെ എടുക്കാം. മുരിങ്ങയില വേറെ ഗുണങ്ങളുള്ള, ഔഷധ ഗുണമുള്ള എല്ലാ വീടുകളിലും കാണും മുരിങ്ങയില. മുരിങ്ങയില എല്ലാം കഴുകാരി വെള്ളമൊക്കെ തൂത്തി വെച്ചു. ഇനി ഇതിന് വേണ്ട അരപ്പ് റെഡിയാക്കാം. അതിന് തേങ്ങ, മുളക്, മഞ്ഞൾ, ജീരകം, ഞാൻ വെളുത്തുള്ളി, പച്ചമുളക്, കാന്താരി എടുത്തേക്കുന്നത് 3 എണ്ണം, ചെറിയ എരിവ്. ഇതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. അരച്ചു വെച്ച് ഞാൻ അരപ്പെല്ലാം റെഡിയാക്കി വെച്ചു. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുക് പൊട്ടുന്നുണ്ട്. ഇനി മുരിങ്ങയില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. അടച്ചു വയ്ക്കാം. ഇതിനും വഴറ്റി അരപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കാം. എണ്ണ ഉണ്ടായതിൻ്റെ എണ്ണ ഇച്ചിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. അത് കുഴപ്പമില്ല, ഇതാവും. അടച്ചു വെച്ച വെള്ളമാവും തോന്നുന്നു. അടച്ചു വെക്കുന്നില്ല. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. എണ്ണ ഇച്ചിരി കൂടിപ്പോയത് കേട്ടോ. അതങ്ങ് മാറി കുറച്ച് നേരം പറ്റുമ്പോൾ. മുരിങ്ങയിലെന്ന് വെച്ചാൽ ഔഷധ ഗുണങ്ങളുള്ളതല്ല. പ്രഷറുകാർക്കും അല്ലാതെ എല്ലാവരും കഴിക്കണം. മുരിങ്ങയിലെന്ന് വെച്ചാൽ നല്ല മുരിങ്ങയില തോരൻ ഇച്ചിരി നമുക്ക് ചിലപ്പോൾ ഇച്ചിരി കയ്പ കാണും. അങ്ങനെ കയ്പുണ്ടെങ്കിൽ ഔഷധ ഗുണമുള്ളതാണ്. തോരൻ വെച്ച് കഴിക്കുന്ന ഏറ്റവും നല്ല ഗുണം. ഒരു വീടായ മുരിങ്ങ വേണം. നമ്മുടെ മുരിങ്ങയില തോരനൊക്കെ റെഡിയായി വരുന്നുണ്ട്. എല്ലാവരും വീട്ടിലൊക്കെ മുരിങ്ങയൊക്കെ ഉണ്ടെങ്കിൽ മുരിങ്ങയിലയിൽ നിന്ന് ഇലവിച്ച് തോരൻ വെച്ച് ഇതേപോലെ നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. മുരിങ്ങയില വെച്ച് കറി വയ്ക്കാം,
ഒരുപാട് കാര്യങ്ങൾ ചെയ്യാമല്ലോ മുരിങ്ങയില. എണ്ണ കാച്ച, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് മുരിങ്ങയില വെച്ച് ചെയ്യാം. അങ്ങനെ നമ്മുടെ മുരിങ്ങയില തോരനൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ നാളെ വരാം. എല്ലാവരും വീടുകളിലൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം.